ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാവർക്കും ഒരു ദിവസം മുടക്ക് കിട്ടി. അപ്പോൾ അതറിഞ്ഞപ്പോൾ വീഗണിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ട്, ഫോട്ടോപ്പെടുത്തക്കാരൻ. അപ്പോൾ അവനും വന്നപ്പോൾ ഞങ്ങൾ നേരെ ഇന്നും വീട്ടിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് വയ്യാണ്ടായി. അപ്പോൾ ഞങ്ങൾ നേരെ ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പിക്കാടിയിലുള്ള നമ്മുടെ ചൈന ഗേറ്റ് ഉണ്ടല്ലോ, അവിടെ കുടിക്ക് വന്നു. അപ്പോൾ ഈ സംഭവം ഞങ്ങൾ കുറേ നാളായി അത് നോട്ടിട്ടാണ് നേരെ ഇങ്ങോട്ട് വന്നത് കേട്ടോ. പക്ഷേ അതിൻ്റെ റേറ്റ് പറഞ്ഞപ്പോൾ ഭയങ്കര റേറ്റ്. ഞങ്ങൾ വേറെ റെസ്റ്റോറൻറ്റിൽ വന്നു. ഇവിടെ പല ദിവസം പല റേറ്റായിട്ട്, എന്നാലും നമുക്ക് അഫോർഡബിളാണ്. കൂടുതൽ ഉള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ 17 പൗണ്ട്, എന്നാലും നമുക്ക് വർത്താൻ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളെ സ്വാഗതം ചെയ്ത് നേരെ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ സൂപ്പ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റാർട്ടേഴ്സാണ് കണ്ടമാന സംഭവമാണ്. നമ്മുടെ ഉണ്ട പോലത്തെ പഴംപൊരി, പിന്നെ ഫ്രൈസ്, ഓണിയൻസ്, സ്പ്രിങ് റോൾ, മറ്റേ ഓണിയൻ റോൾ ഇട്ടാ, നമ്മുടെ ഓണിയൻ റിങ് കണ്ട ആ സാധനം, റോളല്ല റിങ്. പിന്നെ നമ്മളെ കൊതിപ്പിച്ചതായ ഡക്കാണ് ആ സംഭവം, അവർ കൊത്തിയരിഞ്ഞിട്ടാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഒരു സന്തോഷം. പിന്നെ പല ടൈപ്പ് ബ്രെഡ്, സമൂസ, പോർക്കിൻ്റെ റിബ്സ് സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇതാണ് ഇവരുടെ മെയിൻ കോഴ്സ് വരുന്നത്. അതിൽ നമുക്ക് മഷ്റൂം, ഫിഷ്, ബീഫ്, ചിക്കൻ, സകല സാധനങ്ങളുണ്ട്. പ്രോൺസ് വറുത്തതുണ്ട്. പിന്നെ അവരുടെ പല ടൈപ്പ് സംഭവങ്ങൾ, ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. വെജുണ്ട്, നോൺ വെജുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് പുഡിങ്സ്. അടിപൊളി സംഭവമായിരുന്നു. ചെറിയ ഡെസേർട്ടുകളും. പിന്നെ നമുക്ക് വരുന്നത് ഇത് ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സുകൾ നമുക്ക്. പിന്നെ നമ്മുടെ ടീൻ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. പിന്നെ അപ്പോൾ ഞങ്ങൾ നേരെ സൂപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സൂപ്പ് എടുത്ത് കഴിച്ചു. കറക്റ്റ് എന്താ പറയുക, ഇവരുടെ ഒതൻറ്റിക് സംഭവങ്ങൾ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് അവരുടെ ടേസ്റ്റ് നമുക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നവർക്ക് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ താരം, റിബ്സ്. അപ്പോൾ ഞങ്ങളെല്ലാം ടേസ്റ്റ് അറിയാൻ തിരിച്ച എടുത്ത് ഏകദേശം പ്ലേറ്റ് നിറഞ്ഞു. എല്ലാ സംഭവങ്ങളും എടുത്തു ടേസ്റ്റ് അറിയാം. പക്ഷേ ഒന്ന് ഒരു പൊട്ടാന്ന് പറയാനില്ല, എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഒരുത്തി പിടിച്ചിരിക്കാനുണ്ട് അപ്പോൾ ക്രിപ്സ്. പക്ഷേ ഇത് എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ആരെങ്കിലും വന്ന് കഴിക്കണമെങ്കിൽ കിട്ടു സാധനമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വീണ്ടും ഞാൻ കുറച്ച് റിപ്സ് എടുത്തു കേട്ടോ, കൊതി കാരണം. പിന്നെ അവരെ ഫ്രൈഡ് റൈസ് നമ്മുടെ നിന്ന് വിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ ഫ്രൈഡ് റൈസൊക്കെ. പിന്നെ നമ്മുടെ ഹാൻഡ് മെയ്ഡ് നൂഡിൽസ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസും സാധനങ്ങളൊക്കെ കൂട്ടി അങ്ങനെ അങ്ങോട്ട് കഴിക്കൽ തുടങ്ങി. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എന്താ പറയുക, നമുക്ക് ഇത്ര നാൾ കഴിച്ചത് ചൈനീസ് നമ്മൾ അത് തന്നെയാണോ എന്ന് നമ്മൾ വിചാരിക്കും. നമ്മുടെ നാട്ടിൽ കഴിച്ച ചൈനീസ് ഫുഡ് ഇത് ഇവരുടെ മാത്രം എന്താ പറയുക ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. എൻ്റയർലി ഡിഫറെൻറ്റ് നമ്മൾ നാട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്നൊന്ന് ട്രൈ ചെയ്യുക അവിടെ ഉള്ളവരൊക്കെ. അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് അവസാനം പറ്റാണ്ടായി. പിന്നെ നമ്മൾ പുഡിങ്ങും ഫ്രൂട്ട്സും കഴിച്ചില്ലേ, മോശക്കേടല്ലേ. അതൊക്കെ കഴിച്ച് അതിൻ്റെ സന്തോഷം ഇങ്ങേരെ മുഖത്ത് കാണാം. അടിപൊളി ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ഇരുട്ടായി. അപ്പോൾ ഇതാണ് നമ്മുടെ ചൈന ഗേറ്റ് വരുന്നത്, ഇവിടുത്തെ പിക്കാടിയിലുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രോഗ് വാങ്ങുമ്പോൾ സൂപ്പർ മാർക്കറ്റ് തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് കയറി. പക്ഷെ അവർ അടയ്ക്കാൻ തുടങ്ങായിരുന്നു. കുറേ ഒന്നും കാണാൻ പറ്റിയില്ല നമുക്ക്. എന്നാലും മറ്റേ ചിപ്പി, കപ്ക, അങ്ങനത്തെ മീൻ, പിന്നെ നമ്മുടെ കണവ, ചെറിയ പ്രോൺസുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറേയൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ചവർ. പിന്നെ നമുക്ക് ലൈവ് ഫിഷ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതേ കണ്ട 2-3 ടൈപ്പ് ക്രാബ്, അതായത് മഡ് ക്രാബാണോ അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ക്രാബ് 2-3 ടൈപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് മറ്റേ ലോബ്സ്റ്റർ ലൈവ് കിടക്കുന്നുണ്ട്, കിടില. അത് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങാം. അഫോർഡബിളാണ് റേറ്റുകളൊക്കെ കേട്ടോ. അത്യാവശ്യം റേറ്റ് കുറവ് തന്നെയാണ് ഇവിടെ. വേറെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇപ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു. അവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ്. പിന്നെ നമ്മുടെ ഫ്രോഗ് എടുക്കാൻ വേണ്ടി ഞാൻ വന്നു, പക്ഷേ ഫ്രോഗ് തീർന്നു പോയി ഗൈസ്. അപ്പോൾ പിന്നെ ഇവരുടെ ഫ്രോസൺ ഐറ്റങ്ങളാണ് ഈ സാധനങ്ങളൊക്കെ. സംഭവം കിടുവായിരുന്നു. ഇവിടെ വന്ന് നമുക്ക് ഇങ്ങനെ ചൈനീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വന്ന് ഇവിടെ സാധനങ്ങൾ വാങ്ങാം. പിന്നെ ഒരു വെറൈറ്റി ഐറ്റം കണ്ടതെന്ന് വെച്ചാൽ ഇതാണ്. ഇത് ചൈനീസ് പംകിനാണ്. പക്ഷെ ഞാനതൊരു സംഭവമായിട്ട് കണ്ടത് നമ്മുടെ നാട്ടിൽ പണ്ട് കാരണന്മാർ പറയും മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കുന്നത്. കറക്റ്റാ, അതിനോട് അനുബന്ധിച്ച സംഭവമായി പോയിട്ടാണ്. പിന്നെ നമ്മുടെ ചേമ്പിൻ്റെ കടയുണ്ടല്ലോ, തള്ള, ആ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് നേരത്തെ പണിക്ക് പോകണം. അതുകൊണ്ട് ഒരുത്തിന് വീഗണിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഫുഡ് അടിച്ച് എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിത് പോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.